ജോർജിയയിലെ നിരവധി വൈദികരും മിഷണറിമാരും താമസിച്ചിരുന്ന ഒരു ഭവനം ഇടിമിന്നലേറ്റ് കത്തിനശിച്ചു. സംഭവ സമയം ഭവനത്തിലാകെ 4 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൃത്യസമയത്ത് ഒരു വൈദികൻ ഇടിമിന്നലേറ്റ് മുകൾ ഭാഗം കത്തുന്നത് കാണുകയും ഉടൻ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചതിനാലും 4 പേർ രക്ഷപ്പെട്ടു. ഭവനം പൂർണ്ണമായും കത്തിനശിച്ചു. സംഭവ സമയത്ത് വലിയ രീതിയിൽ കാറ്റു വീശിയതിനാൽ തീ വളരെ വേഗത്തിൽ ആളിപ്പടരുകയായിരുന്നുവെന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വൈദികനായ സ്കോട്ട് റെയ്ലി പറഞ്ഞു. ഒരു വലിയ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. ആദ്യം അത് ഇടിമിന്നലാണെന്ന് മനസ്സിലായില്ല. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം പുക പടർന്നതോടെ പുറത്തിറങ്ങി നോക്കിയപ്പോഴായിരുന്നു തീപിടുത്തമാണെന്ന് മനസ്സിലായത്. ഉടൻ തന്നെ അവിടേക്ക് ഓടുകയായിരുന്നുവെന്നും ഫാദർ റെയ്ലി പറഞ്ഞു. ഭവനം പൂർണ്ണമായും കത്തിനശിച്ച പശ്ചാത്തലത്തിൽ വൈദികരെ രൂപതയ്ക്ക് കീഴിലുള്ള വൈദികർ തന്നെ താമസിക്കുന്ന ഇടങ്ങളിൽ ഇവർക്ക് താമസം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഉൾപ്പെടാത്ത ചെലവുകൾക്കായി ചാരിറ്റി ഫൗണ്ടേഷനായ ഗോ ഫണ്ട് മീ വഴി $65,000 സമാഹരിച്ചിട്ടുണ്ട്.